ഞാൻ നിൽക്കുന്നത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിനും അതുപോലെ തന്നെ ലുലു മാളിനും സമീപമായിട്ടാണ്. ഇവിടെ എന്റെ ബാക്കിൽ കാണുന്ന ഫ്ളാറ്റിലെ 5 യൂണിറ്റുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഞാൻ പ്രഭാസ് വഞ്ഞാറമൂട്, ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഈ ഒരു ഫ്ളാറ്റിന്റെ യൂണിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഇവിടെ 30 യൂണിറ്റുകളാണ് വരുന്നത്. അതിൽ ഇനി 5 യൂണിറ്റുകൾ മാത്രമേ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള 25 യൂണിറ്റും ആൾറെഡി സോൾഡ് ഔട്ട് ആയി. 30 സെന്റിൽ 30 യൂണിറ്റുകളാണ് നമുക്ക് ഇവിടെ ടോട്ടലായിട്ട് വരുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് കാർ പാർക്കിംഗ് ഏരിയ വരുന്നത്. നമുക്ക് ഈ ഒരു ഫ്ളാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചാക്ക ബൈപ്പാസ് റോഡിന് തൊട്ട് അടുത്തായിട്ടാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതായത് നമുക്ക് ഇവിടെ നിന്ന് ഇന്റർനാഷണൽ എയർപോർട്ട്, അതുപോലെ തന്നെ ലുലു മാള്, മാൾ ഓഫ് ട്രാവൻകൂർ, അതുപോലെ തന്നെ ടെക്നോ പാർക്ക് എന്നിവിടങ്ങളിലേക്കെല്ലാം വളരെയധികം ആക്സസിബിലിറ്റി നൽകുന്ന ഒരു ഏരിയയാണ്. നമുക്ക് ഈ ഒരു യൂണിറ്റിലെ കോമൺ ആയിട്ടുള്ള അമ്യൂണിറ്റീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നല്ലൊരു ജിമ്മ് വരുന്നുണ്ട്. കൂടാതെ തന്നെ കോൺഫറൻസ് ഹാള്, അതുപോലെ തിയേറ്റർ, ഇവയെല്ലാം നമുക്ക് വരുന്നു. കൂടാതെ തന്നെ നമുക്കൊരു ടോപ്പിലായിട്ട് ഒരു ഇൻഫിനിറ്റി പൂൾ കൂടി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള ജിമ്മ്. വളരെയധികം എല്ലാ ഫെസിലിറ്റീസുമുള്ള നല്ലൊരു ജിമ്മ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാം നമുക്ക് നല്ല ഒരു മോഡേൺ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ എല്ലാം വരുന്നത്. നമുക്ക് ഈ ഒരു യൂണിറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു പാർട്ടി ഹാള് വരുന്നുണ്ട്. ഫുള്ളി എയർ കണ്ടീഷൻ രീതിയിലാണ് നമുക്ക് ഈ ഒരു ഹാള് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് 30-ൽ കൂടുതൽ പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ഏരിയ കൂടിയാണ് നമുക്ക് വരുന്നത്. ഈ ഒരു പാർട്ടി ഏരിയ കൂടാതെ നമുക്ക് റൂഫ് ടോപ്പിലായിട്ട് നല്ലൊരു ഓപ്പൺ പാർട്ടി ഏരിയ കൂടി വരുന്നു. നമുക്ക് ഇത് കൂടാതെ ഇവിടെ നമുക്കൊരു തിയേറ്റർ സൗകര്യം കൂടി വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഒരു തിയേറ്റർ വരുന്നത്. നമുക്ക് ഈ ഒരു ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു തിയേറ്റർ തന്നെയാണ്. ഇവിടെ നല്ലൊരു ലക്ഷറി രീതിയിലുള്ള ഒരു തിയേറ്റർ സൗകര്യമാണ് ഇവിടെ ലഭിക്കുന്നത്. നല്ല രീതിയിലുള്ളൊരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 lakhs അടുപ്പിച്ച് ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു തിയേറ്റർ സൗകര്യത്തിന് വേണ്ടി മാത്രം. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഡോൾബി അറ്റ്മോസിൻ്റെ ലേറ്റസ്റ്റ് ക്വാളിറ്റി സൗണ്ട് സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു തിയേറ്ററിൻ്റെ ആംബിയൻസ് ഉണ്ടോ, നമുക്ക് ഒറിജിനൽ തിയേറ്ററിൻ്റെ അതേ രീതിയിലാണ് നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ സീറ്റിംഗ് ഒക്കെ വളരെ കംഫർട്ടാണ് കേട്ടോ. നല്ല രീതിയിലുള്ളൊരു കംഫർട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ എല്ലാം ലഭിക്കുന്നത്.
ഇതാണ് നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിന്റെ ലിഫ്റ്റ് സൗകര്യം. കൂടാതെ തന്നെ നമുക്ക് 2 സ്റ്റെയർ കേസ് സൗകര്യം കൂടി വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടും നമുക്ക് സ്റ്റെയർ കേസ് സൗകര്യം കൂടി വരുന്നു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കാണാനും കഴിയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ബൈപ്പാസ് റോഡ് തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ 3 BHK ഫ്ലാറ്റ് വരുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു ഫ്ലാറ്റിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. നമുക്കിവിടെ ഈ ഒരു ഫ്ലാറ്റിന്റെ സെയിൽസ് മാനേജർ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് എത്ര പ്രോജക്റ്റുകളാണ് നമുക്കിത് മരുതൻ ഗ്രൂപ്പിന്റെ 4ാമത്തെ പ്രോജക്റ്റാണ് ട്രിവാൻഡ്രത്തുള്ളത്. മരുതൻ ക്രസ്റ്റ് 135 എന്നാണ് ഇതിന്റെ പേര്. നമുക്ക് ഇതിൽ വരുന്നതിലാണെങ്കിൽ ഗ്രൗണ്ട് പ്ലസ് 12 ഫ്ലോർസ് ആണ് വരുന്നത്. ഗ്രൗണ്ട് പ്ലസ് 12 ഫ്ലോർസിനകത്ത് ഗ്രൗണ്ട്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വരുന്ന പാർക്കിങ്ങിന്റെ അമ്യൂണിറ്റീസിന്റെ ഏരിയ ആണ്. 3rd ഫ്ലോർ മുതലാണ് നമ്മുടെ ഫ്ലാറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഫ്ലോറിൽ 3 ഫ്ലാറ്റ് വെച്ചിട്ടാണ് വരുന്നത്. അതിൽ ഒരു 2 BHK, 2 3 BHK ആണ്. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഈ ഒരു 3 ബെഡ്റൂം ആണ്. 1840 സ്ക്വയർ ഫീറ്റിനാണ് ഉള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആണ്. ഒരു ഫ്ലോറിൽ 3 ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വെന്റിലേഷൻ ഈ ഫ്ലാറ്റിനകത്ത് കിട്ടും. ഡേ ടൈം നമുക്ക് ലൈറ്റിന്റെയോ ഫാനിന്റെയോ ആവശ്യമൊന്നും ഇതിൽ വരുന്നത്. അതാണ് ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത്. നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണെങ്കിൽ ടൈൽസ് ഒക്കെ വരുന്നതൊക്കെ കെജേരിയയുടെ എറ്റർനിറ്റി സീരീസ് ആണ്. കാർവിംഗ് ടൈപ്പ് ആണ്. സ്ക്രാച്ച് ഫ്രീ ടൈലാണ്. മെയിൻ ഡോർ ലോക്ക് വരുന്നത് ഡിജിറ്റൽ ലോക്ക് ആണ്. ഡോർ സെറ്റിന്റെ ആണ്. 4 ഓപ്ഷൻസ് ഉള്ള ലോക്കാണ് വരുന്നത്. ബയോമെട്രിക് ആക്സസ് യൂസ് ചെയ്യാം, കാർഡ് യൂസ് ചെയ്യാം, കീ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കാർഡ് നമ്പർ ലോക്ക് കൂടെ സിസ്റ്റം കൂടി ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു 3 BHK ഫ്ലാറ്റിന് എന്തൊക്കെ വേറെ ഈ ഒരു റൂമിന്റെ സ്പെസിഫിക്കേഷൻ, അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റിന് എന്തെങ്കിലും എടുത്തു പറയേണ്ട എന്തെങ്കിലും കാര്യം വരുന്നുണ്ടോ സാറേ? നമുക്ക് ഇത് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള വ്യൂ ആണ്. മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാൽക്കണിയാണ്. വളരെ മനോഹരമായ ഒരു ബൈപ്പാസിന്റെ വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇത് വരുന്നത്. 14/11 ആണ് നമ്മുടെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ സ്പേസ് വരുന്നത്. അതുകൂടാതെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവിടുന്ന് ലിവിംഗ് ഹാളിലോട്ടേക്കുള്ള ഒരു എൻട്രി ആണ് വരുന്നത്. ലിവിംഗ് ഹാളിനോട് ചേർന്നിട്ടാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. സെക്കൻഡ് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടാണ്. ഇതിൽ സെക്കൻഡ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് 13/10 ആണ്. അതുപോലെ തന്നെ നമുക്ക് അതിൽ വാർഡ്രോബിന് ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു സ്പേസ് കൂടെ നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ് ആണ് ഇതിലും വരുന്നത്. 8x5 ആണ് നമ്മുടെ ഓരോ ടോയ്ലറ്റിന്റെ സൈസ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ്. നമുക്ക് ടോയ്ലറ്റിന്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ എന്നുള്ളൊരു സെപ്പറേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലിവിംഗ് ആൻഡ് ഡൈനിങ് ഹാളാണ്. രണ്ടും കമ്പൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഹാളിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ ഏരിയ വരുന്നത്. ഓപ്പൺ കിച്ചൺ ഏരിയയിൽ നമ്മൾ സ്ലാബ് പ്രൊവൈഡ് ചെയ്യാനുണ്ട്. അത്ര അതിൽ ടൈൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല റെറ്റിക്കുലേറ്റഡ് ഗ്യാസ് ആണ് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാഷിംഗ് മെഷീന്റെ പോയിന്റ് നമുക്ക് കിച്ചണിലും പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഹാൾ വരുന്ന ബാൽക്കണിയിലും ഇതിന്റെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഹാളിൽ വരുന്ന TV പോയിന്റ് ഏരിയ ആണ്. അതുപോലെ തന്നെ ലിവിംഗ് ഹാൾ വരുന്ന ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി കൂടെ ഇവിടെ നമുക്കുണ്ട്. ലിവിംഗ് ഹാൾ വരുന്ന ബാൽക്കണിയാണ് ഈ ഒരു ഏരിയ. ഇവിടെ നിന്ന് നമുക്ക് മെയിൻ ബൈപ്പാസ് എന്നുള്ള വ്യൂ ആണ് കിട്ടുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. ഇവിടെയും നമ്മൾ വാഷിംഗ് മെഷീന്റെ ഒരു അഡീഷണൽ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ കിച്ചണിൽ പ്രൊവൈഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ലിവിംഗ് ഹാളിൽ വരുന്ന ഈ ബാൽക്കണിയിലൂടെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു 11/10 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ഗസ്റ്റ് ബെഡ്റൂം ആണ്. ഗസ്റ്റ് ബെഡ്റൂമിലാണെങ്കിൽ നമുക്കൊരു ബാൽക്കണിയുടെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. 3 ബാൽക്കണിയാണ്. നമുക്കിപ്പം 2 ബെഡ്റൂം ആണെങ്കിലും 3 ബെഡ്റൂം ആണെങ്കിലും 3 ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണീസ് ആണ് എല്ലാം തന്നെ. അതുപോലെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
നമുക്ക് ഈ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ നല്ല വ്യൂ ആണ് കാണാനായിട്ട് കഴിയുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള വ്യൂ കാണാനായിട്ട് കഴിയുന്നു. കൂടാതെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ലൊരു ഇൻഫിനിറ്റി പൂള് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഓപ്പൺ പാർട്ടി ഏരിയയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. അത്യാവശ്യം നല്ല സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നത്. ഇതിന്റെ സറൗണ്ടിങ്സ് ആയിട്ട് നല്ല ഒരു വ്യൂ പോയിന്റും നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിന്റെ ടെറസ് വ്യൂ ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതേ നോക്കിയേ, നമുക്ക് കഴക്കൂട്ടത്ത് നിന്ന് ചാക്കിയിലേക്കുള്ള ബൈപ്പാസ് റോഡ് അതിമനോഹരമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ടാണ് FV ഫോർട്ട് മെഡിസിറ്റി ഹോസ്പിറ്റൽ വരുന്നത്. ഇതേ നോക്കിയേ, ഇന്റർനാഷണൽ എയർപോർട്ട് ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ടാണ്. ഇവിടെ നിന്ന് നമുക്ക് ഫ്ലൈറ്റ് പോകുന്നത് അടിപൊളിയായിട്ട് കാണാനായിട്ട് കഴിയും. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ശംഖുമുഖം ബീച്ച് വരുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശംഖുമുഖം ബീച്ച് അടിപൊളിയായിട്ട് കാണാനായിട്ട് കഴിയും. കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാളായ ലുലു മാള് നമ്മുടെ ഈ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കാണുന്ന ഈ ഒരു പ്രൊജക്ട്, അതായത് മരുതൻ ഗ്രൂപ്പിന്റെ റോയൽ വിങ്സിന്റെ മറ്റൊരു പ്രൊജക്റ്റ് ആണിത്. ഇത് നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിന് തൊട്ട് അടുത്തായിട്ടാണ് വരുന്നത്. എന്തായാലും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപമായിട്ടുള്ള നമ്മുടെ ഈ ഒരു മനോഹരമായ ഫ്ളാറ്റിലെ യൂണിറ്റുകൾ വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു ഫ്ളാറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.